This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuma. നമസ്കാരം. ഔർ ടി വി 24/7 സിനിമാ വിശേഷങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സിനിമയുടെ തന്നെ കൈതവ എന്ന സിനിമയുടെ എല്ലാ ക്രൂ മെമ്പേഴ്സാണ്. നമുക്ക് ഇതിൻ്റെ ഡയറക്ടറായ പ്രിയപ്പെട്ട സത്യനെ പരിചയപ്പെടാം. അദ്ദേഹത്തിലൂടെ ഈ കൈതവത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമസ്കാരം. നമസ്കാരം സാർ. ശരിക്കും കൈതവ എന്ന ഷോർട്ട് മൂവി ഞാൻ കണ്ടു. മനോഹരമായിട്ടുണ്ട്. 40 മിനിറ്റ് ആയിരുന്നെങ്കിലും അതൊരു നമുക്ക് ആ 40 മിനിറ്റ് പോയത് അറിയാതെ ആണത് തീർന്നത്. ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ കലാമേഖലയിലേക്ക് എത്താനുണ്ടായ എന്താണ് സാഹചര്യങ്ങൾ? ചെറുപ്പകാലം തൊട്ടേ സ്കൂൾ കാലഘട്ടം തൊട്ടേ കലയോടുള്ള താല്പര്യമുണ്ട്. നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിലും ഒക്കെ നമ്മളെ മെയിനായിട്ട് നിന്നിട്ട് ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു ഗംഗാധരൻ എന്നാണ്, നമ്മുടെ മേനിക്കോട്ട നമ്മളെ ഗ്രാമപ്രദേശത്തിൻ്റെ പേര്. അപ്പോൾ അവർ KVG നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്നു. അപ്പോൾ അവർ മെയിനായിട്ട് നിന്നിട്ട് നമ്മൾ അസിസ്റ്റൻ്റുമാരായിട്ടാണ് നാടകമൊക്കെ അവർ പഠിപ്പിക്കുന്ന കൂടെ നിന്ന് അതൊക്കെ കണ്ടിട്ടുണ്ട്, സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലൊരു വിഷ്വൽ കാണലുണ്ട് മുന്നേ ചെറുപ്പത്തിൽ ഈ ഇതിലൊക്കെ ചെയ്യണമെന്നില്ലേ. അപ്പോൾ ആ ഒരു ഇത് ഇപ്പോൾ സഫലമായി ഇരിക്കുകയാണ്. അങ്ങനെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ കലാവാസന ഉണ്ട്, നാടകത്തിലൂടെയൊക്കെ. അപ്പം നമുക്കൊരു ശരിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് കിട്ടിയത്. ഗൾഫിൽ വന്നതിന് ശേഷം ഗൾഫിൽ വന്നിട്ട് 18 വയസ്സിലെ വന്നതാണ്. അപ്പോൾ ആ സമയത്തിൽ നമ്മൾ ജോലി സംബന്ധമായിട്ടും പുറത്ത് പോകാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 6-7 വർഷം കൊറോണ ടൈമിലാണ് ശരിക്ക് നമ്മൾ ഇതിലേക്ക് വന്നത്. കൊറോണ ടൈമിൽ എല്ലാവരും റൂമിൽ അടച്ചിട്ടിരിക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് പോകാതെ, അപ്പോൾ നമ്മൾ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഷൂബിൻ, അപ്പോൾ അവനോട് സംസാരിച്ചിട്ട് ഒരു 4 പേര് എഴുതി അവനോട് ട്യൂൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവനെ ട്യൂൺ ചെയ്ത് നമ്മൾ ജോയ്ദാസ് അവൾ ഓർക്കസ്ട്ര ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തു. അവർ ഓർക്കസ്ട്ര ചെറിയൊരു പീസ് ചെയ്ത് തന്നെ കാരണം കേൾക്കുമ്പോൾ ഒരു ഭംഗിയിട്ട് തോന്നി. അങ്ങനെ അത് പൂർത്തീകരിച്ച് ഫേസ്ബുക്കിൽ മുന്നിട്ട് നല്ല അഭിപ്രായം കിട്ടി. അപ്പം അതിനുശേഷം വേറെ ആൽബം ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തു കൊറോണ ടൈമിൽ. അങ്ങനെ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം കിട്ടി. അങ്ങനെ ലാസ്റ്റ് 2024 പാലനം എന്നൊരു ഷോർട്ട് ഫിലിം, അതെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, വളരെ നന്നായിട്ട് ഓടി. അതിനുശേഷമാണ് ഈ കൈതവത്തിലേക്ക് അതേ ടീം വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തത്. കൈതവം ശരിക്കും ഒരു 40 മിനിറ്റ് എന്ന് പറഞ്ഞാണല്ലോ ഞാനത് പ്രോഗ്രാം കാണുന്നത് തന്നെ. മൂവി ശരിക്കും ഒരു നല്ലൊരു സിനിമ കാണുന്നൊരു ഫീലായിരുന്നു. ആ സമയം പോയത് തന്നെ അറിഞ്ഞില്ല, അത്ര ഫാസ്റ്റായിട്ട് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഡയറക്ടർ എന്ന രീതിയിൽ താങ്കൾക്ക് അർഹതപ്പെട്ടതാണ്. താങ്ക് യു. അപ്പം ഈ ഇതിലേക്ക് വന്ന കൈതവത്തിലേക്ക് ഈ ഓരോരുത്തരെയും സെലക്ട് ചെയ്തപ്പം ഈ വില്ലനെ എങ്ങനെയാണ് കണ്ടെത്തിയത്? വില്ലൻ അവൻ്റെ പേര് റഷീദാണ്. അപ്പോൾ അവൻ ഇതിനു മുന്നേ ആദ്യമായിട്ട് അവൻ അഭിനയിച്ചൊരു സിനിമ അവന്തിക എന്ന് പറഞ്ഞു, അനിൽ KC സംവിധാനിച്ചത്. അപ്പോൾ അത് സ്ക്രീനിങ് ഷോന് ഞാൻ പോയി കണ്ടു. വില്ലൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവനോട് പടം കഴിഞ്ഞിട്ട് അവനെ പുറത്തുനിന്ന് അവനോട് ചോദിച്ചു, നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്ക് ചെയ്യുന്നുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് അപ്പം നമുക്ക് വില്ലൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിക്കാം. അവന്തിക എന്ന ആ ഒരു മൂവിയിലാണ് ഞാൻ ശരിക്കും വില്ലനായ താങ്കളെ കാണുന്നത്. ആ വില്ലത്തരം നന്നായി തന്നെ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വില്ലനോടൊരു വെറുപ്പ് തോന്നണമെങ്കിൽ അയാൾ നന്നായി പെർഫോം ചെയ്യണം. അത് താങ്കൾ 100% അത് പാലിച്ചു. താങ്കളോട് ആ സിനിമ കണ്ടിരുന്ന എല്ലാവർക്കും ഒരു വെറുപ്പ് തന്നെ തോന്നി. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ വിജയമാണ്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്യാരക്ടറുകളിലേക്ക് എത്തിയത്? സത്യത്തിൽ ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതെൻ്റെ സിനിമേൻ്റെ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ അഭിനയിക്കാൻ ഞാൻ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരുമോ എന്നുള്ളതൊന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അനിൽ KC എന്നെ ഒരു അങ്ങേരുടെ ഫിലിമിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 10ാമത്തെ സിനിമയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു വില്ലനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അതിന് ഏകദേശം ആപ്റ്റാണെന്ന് തോന്നുന്നു, അഭിനയിച്ച് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അഭിനയിച്ച് പരിചയമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പിന്നെ കുറേ കാര്യങ്ങളും റെഫറൻസും ഒക്കെ തന്ന് എന്നെ പതുക്കെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പോലെ എടുത്തതാണ്. അങ്ങനെ ആ വില്ലൻ ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പോൾ അതിന് 1-2 അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അതിലാദ്യം ഞങ്ങളൊരു പ്രീമിയർ ഷോ വെച്ചു ദുബൈയിൽ. 2ാമത്തെ പ്രീമിയർ ഷോ വെച്ചപ്പോഴാണ് സത്യൻ സാറ് കാണാൻ വരുന്നത്. പിന്നെ അതിപ്പോൾ സത്യൻ സാറ് പറഞ്ഞ പോലെ തന്നെ അന്നത് കണ്ട്
അദ്ദേഹത്തിന് ആ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വേറൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഒരു വില്ലൻ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറിനും വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. അഭിനയ രംഗത്തേക്ക് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് വരുന്നത്, അങ്ങനെ എത്തിപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ ആദ്യമായിട്ട് അനിൽ കേസിയുടെ മൂവിയിൽ എത്തി, അത് കഴിഞ്ഞിട്ട് ഇപ്പം സത്യൻ ഭായിയുടെ ഇത് ചെയ്തു കഴിഞ്ഞു. ഈ ഫിലിമൊക്കെ ചെയ്ത് കഴിയുമ്പോഴും താങ്കളൊരു തിരക്കുള്ള ഒരു ഇതിലോട്ട് മാറുന്നു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണ്? തിരക്കുള്ള ആളായി മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 3-4 പ്രൊജക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൻ്റെ ഷൂട്ട് ഏകദേശം പകുതിയായി, വേറൊരെണ്ണം അടുത്ത സൺഡേയിൽ, അതിലും അഖിലയുണ്ട്. അപ്പോൾ അതൊരു ആക്ഷൻ ത്രില്ലറാണെന്നാണ് എനിക്ക് കൃത്യമായി അറിയാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നെക്സ്റ്റ് സൺഡേ നടക്കും. ഇപ്പോൾ ഇന്നും നാളെയായിട്ട് വേറൊരു ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിലാണ് നമ്മളടുത്തോട്ട് ഓടി എത്തിയിരിക്കുന്നത്. അങ്ങനെ തിരക്കെന്ന് പറയാനില്ല, എന്നാലും കുറച്ച് അതിൻ്റെതായ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഗ്രേറ്റ്. അപ്പം ഏതായാലും ഈ തിരക്കിനിടയിലും നമ്മളോട് വന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയതിൽ ഭാഗ്യമെന്ന് കരുതുന്നു. വീണ്ടും വീണ്ടും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ. ഈ കലാരംഗത്ത് നല്ല ഒരു വ്യക്തിത്വമായി തന്നെ മാറട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കാരണം താങ്കൾക്ക് ഷെഡ്യൂളുണ്ട്, നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ സമയം ഞങ്ങളോടൊപ്പം ഇരുത്തി സമയം നമ്മൾ ഏതായാലും കൊല്ലുന്നില്ല. ഓക്കെ, താങ്ക് യു. എനിക്ക് പോയേ പറ്റുള്ളൂ, കാരണം അവരിപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റാണ് ഇപ്പം. ഓക്കെ, ഇനി വെറുതെ അവരെ വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം എല്ലാവരോടും നന്ദി. താങ്ക് യു. അഖില, നമസ്കാരം. ഈ കൈതവ എന്ന മൂവി കണ്ടപ്പോൾ വളരെ ചെറിയൊരു പോർഷനിലാണ് ഈ ഒരു അമ്മ ക്യാരക്ടറായിട്ട് വന്നേക്കുന്നത്. നല്ലൊരു മേക്ക് ഓവറായിരുന്നു കേട്ടോ. ആ ഒരു ചെറിയ പോർഷനാണെങ്കിൽ പോലും ആര് കണ്ടാലും അവരുടെ ഉള്ളിൽ ആ ഒരു അമ്മയുടെ അത്രയും ഫീല് ആ ഒരു ക്യാരക്ടറിൽ കൊടുക്കാൻ കഴിഞ്ഞു. ആർക്കും ഇഷ്ടപ്പെടും. ഒന്ന് കണ്ണ് നനയും. മീൻസ് വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നമുക്ക് വളരെ വല്ലാത്തൊരു അമ്മയുടെ വിഷമത്തിലേക്ക് നമ്മളും കൂടെ എത്തും. എങ്ങനെയാണ് അഖില ഈ കലാരംഗത്തേക്ക് എത്തുന്നത്? അഖില ഒരുപാട് കാര്യങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് അഖില സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ടിങ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഓളും എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസാണ്. അതിനു മുമ്പ് ഗലീരിയ നടത്തിയ ഒരു ഘർവാർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിമാണ് എൻ്റെ ലൈഫിൽ ക്യാമറയുടെ മുന്നിൽ ഞാൻ വരുന്നത്. UAE വന്നിട്ട്, നാട്ടിൽ ദൂരദർശനിൽ ആങ്കറായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ ഘർവാർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസിനകത്ത് അഭിനയിച്ചു. അത് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും ആയിരുന്നു ചെയ്തത്. അപ്പോൾ അതിന് ഭയങ്കര റീച്ചായി. അത് കണ്ടിട്ട് വേറൊരു വെബ് സീരീസിൻ്റെ ആൾക്കാർ വിളിച്ചു. ഞാനും എൻ്റെ ഓളെന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തൊക്കെ സംവിധാനം ചെയ്ത. അപ്പം അതിലൊരു 3-4 എപ്പിസോഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ CLO എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കലാരംഗത്തുള്ള എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ CLOയിലേക്ക് വന്നതിന് ശേഷം അവിടുന്ന് സ്റ്റേജ് ഷോസിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള സംഭവം ചെയ്ത്, ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഡാൻസ് സ്കിറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഫുൾ സപ്പോർട്ട് ഫാമിലി. അച്ഛൻ നാടക നടനാണ്, കൊല്ലം ശില്പശാല എന്ന് പറയുന്ന നാടക കമ്പനി നടത്തിയിരുന്നു. അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം കുടുംബം മൊത്തത്തിൽ ഇതിലായതുകൊണ്ട്, ഫാമിലി ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് എന്ത് പ്രോജക്റ്റ് വന്നാലും ഞാൻ ചെയ്യാൻ ഏബിളായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഡയറക്ടർമാർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ നിന്നോട്ട് പ്രോജക്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം എനിക്ക് മൃദുല എന്ന് പറഞ്ഞ് ഡയറക്ടർ ഷിഹാബ് ഇബ്രാഹിം ചെയ്തൊരു ഷോർട്ട് മൂവി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി. സൂപ്പർ. അപ്പോൾ അതിന് കുറേ, എനിക്ക് തോന്നുന്നു ഒരു 17 ഷോർട്ട് ഫിലിമോളം ഞാൻ ചെയ്തു, ചെറുതും വലുതായിട്ട്. എല്ലാം ഹീറോയിനൊന്നുമല്ല, ഹീറോയിൻ 1-2 ഒക്കെ ഉള്ളൂ. പക്ഷേ കുറച്ച് ചെറിയ റോളുകളിലൂടെ ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്തു. ഗ്രേറ്റ്. അപ്പം സിനിമയിലേക്ക് ഇനി അവസരങ്ങൾ വന്നാൽ, സിനിമ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞോ? സിനിമ ഒരെണ്ണം ചെയ്തു, അത് നടക്കുന്നു. പക്ഷെ അത് മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവർ വന്ന് എടുത്തു പോയതെന്ന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ UAEയിലുള്ളതാകുമ്പോൾ നമുക്ക് വളരെ കുറച്ച് നമ്മുടെ ലിമിറ്റേഷൻസിനുള്ളിലാണല്ലോ. പിന്നെ സത്യൻ ചേട്ടൻ തന്നെ അടുത്തൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് 1-2 ഒക്കെ ടൈപ്പ് ആയിട്ട് ഉണ്ട്.
അപ്പം ശരിക്കും പറഞ്ഞാൽ അഖിലേക്ക് വീണ്ടും ഒരുപാട് നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ഓരോ അവസരങ്ങളും എത്രത്തോളം നമ്മൾ വിനിയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ തന്നെ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പം അഖിലേക്ക് ഏതായാലും എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. താങ്ക് യു അഖില. സത്യൻ ചേട്ടനോട് ഒരു കാര്യം കൂടെ പറയണം. സത്യൻ ചേട്ടൻ എന്നെ കണ്ടുപിടിച്ചത് കുറച്ച് ടാസ്ക് ആണ് അല്ലേ സത്യൻ ചേട്ടൻ, അമ്മയായിട്ട്. കാരണം എൻ്റെ പ്രായം എല്ലാരും എന്നെ അമ്മയാക്കി വെച്ചു ആ ഒറ്റ ഷോർട്ട് ഫിലിമിലൂടെ. ഇപ്പൊ എനിക്ക് അമ്മ വേഷം കിട്ടുമോളൂ എന്നാണ് സത്യൻ ചേട്ടൻ പറയുന്നത്. അല്ല, ഒരു ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ ശരിക്കും അമ്മ വേഷത്തിന് ആപ്റ്റാണ്. ഒരു ക്യാരക്ടറായിട്ടൊരു ആൾ വരുമ്പം അത് നമ്മുടെ ഉള്ളിലേക്ക് തട്ടണമെങ്കിൽ അയാളതിൽ 100% സത്യസന്ധത പുലർത്തണം. അതിൽ അഖില വിജയിച്ചു. ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ 100% അതൊരു അമ്മ തന്നെയാണ്, അമ്മയുടെ ഒരു ഫീല് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഡയറക്ടർ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത് അതിന് 100% ഗ്യാരണ്ടിയോടുകൂടി ആ പ്രോഡക്റ്റ് തിരിച്ചു തന്നു. ചേട്ടൻ്റെ മനസ്സിൽ നല്ല ക്ലിയർ പിക്ചർ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ആയിരിക്കണം. അതെ, കാരണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലത് ഫീൽ ചെയ്യും. അപ്പോൾ ഏതായാലും ഇനിയും കൂടുതൽ സിനിമകൾ കിട്ടട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ക്യാമറമാൻ എന്നാണ് DOP ഓൾ ഇൻ ഓൾ ആയ പ്രിയപ്പെട്ട നൗഷു, ഏത് വർഷം മുതൽ അല്ലെങ്കിൽ എത്ര നാളായി ഈ ക്യാമറയോടൊപ്പം ഓടാൻ തുടങ്ങിയിട്ട്? ആക്ച്വലി പറയുകയാണ്, ഞാൻ 2011 UAE വന്നത്. പിന്നെ ഞാനിവിടെ വന്ന ശേഷം കൂടുതൽ ക്യാമറയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മുന്നേ നാട്ടിൽ ഒരു 500-ഓളം പരം ആൽബങ്ങളും ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ക്യാമറകൾ കുറവായിരുന്നു ചെയ്യാൻ. ഇവിടെ വന്നിട്ടാണ് കൂടുതൽ ക്യാമറ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ആൽബങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഹിറ്റാക്കിയ മാറ്റി നമ്മൾ എന്തൊന്നിനൊക്കെയായി പാടാറുന്ന പാട്ടൊക്കെ സംവിധാനം ചെയ്തതാണ്. പിന്നെ ഇവിടെ തന്നെ മാപ്പിളപ്പാട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു സോങ്ങുകൾ. അത് 7-ാം പഹറും കടന്ന് പറഞ്ഞൊക്കെ ഹിറ്റ് പാട്ട്, അങ്ങനെ നിലാവ് ഓസജ്ജൻ, അങ്ങനെ ഒരു 500-ൽ പരം ആൽബങ്ങൾ അന്ന് സംവിധാനം ചെയ്തിട്ടുണ്ട്. ക്യാമറ അന്നൊരു 150 വർക്കുകൾ അന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഈ സത്യേട്ടൻ്റെ വർക്ക് ഫസ്റ്റ് ചെയ്തത് പാലം എന്ന് പറഞ്ഞ വർക്കാണ്. ഞങ്ങൾ ഇതേപോലെ ഒരു പ്രീമിയർ ഷോ കാണാൻ വേണ്ടി ഞാൻ വേറെ വർക്കിന് ഇവിടെ തിയേറ്ററിൽ വന്നപ്പോൾ അവിടുന്ന് ഞങ്ങൾ കണ്ടു പരിചയപ്പെട്ട പുള്ളി പറഞ്ഞു, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, നീ പോണ വഴിയിൽ നിൻ്റെ റൂമിൻ്റെ അടുത്താണ് അല്ലേ ഏതാണ് ഞങ്ങൾ. അപ്പോൾ പോണ വഴിക്ക് ഒരു സംഭാഷണം നടന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ക്യാമറ ചെയ്യും, ഞങ്ങൾ നാട്ടിലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ ഷോർട്ട് ഫിലിമിൻ്റെ വർക്ക് ഉണ്ട്, നമുക്കൊന്ന് ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വർഷത്തോളം അതിൻ്റെ ഒരു വർക്കുമായിട്ട് പുള്ളി ആ പാലനത്തിൻ്റെ ടീമുകളെ ഒത്തുകൂട്ടാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞാൻ പുള്ളി വിളിക്കൂലെന്നൊക്കെ വിചാരിച്ചിരുന്നു. പുള്ളി ഒരു പ്രത്യക്ഷത്തിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നൗഷു നമ്മൾ അന്ന് പറഞ്ഞില്ല ഒരു വർക്ക് നമുക്കൊന്ന് ഇരിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് പാലനത്തേക്ക് എത്തിയത്. അത് പിന്നെ 2ാമത്തെ വർക്കാണ് ഇപ്പോൾ കൈതവം. അപ്പോൾ പാലനം വന്ന് എനിക്ക് നല്ല രീതിയിൽ എന്നെക്കൊണ്ട് ഈ അറിയാമല്ലോ, അപ്പോൾ നമ്മളെ പരിമിതിക്കുള്ളിൽ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റി. അത് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി 2ാമത്തെ വർക്കിന് പുള്ളിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് വരിക. ആ ഗ്രൂപ്പ് നമ്മളെ അതിൽ 2ാമതും സജസ്റ്റ് ചെയ്ത് ക്യാമറമാൻ നൗഷു തന്നെ വന്നോട്ടെ. ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ കൈതവത്തേക്ക് തിരികെ പോകുന്നു. കൈതവം ചെയ്തപ്പോൾ ഒരു സിനിമ സ്റ്റൈലിൽ കൊണ്ടുപോകാൻ ഇവർ സംഭവിച്ചു. അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ RRഉം അതിൻ്റെ എഫക്റ്റും ക്യാമറയും ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഞങ്ങളൊരു 3 ദിവസം ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അത് 6 ദിവസമായി. ചില വർക്കിൻ്റെ കഴിഞ്ഞ നൈറ്റിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിമിതിക്കുള്ളിൽ നമ്മൾ പെർമിഷനൊക്കെ വളരെ കുറഞ്ഞതിൽ ഷോപ്പുകളൊക്കെ പെർമിഷനുള്ളൂ, അല്ലാതെ പറ്റില്ല. പരിമിതികൾക്കുള്ളിൽ ചെയ്തൊരു വർക്കാണ്. ടെക്നിക്കലാണെങ്കിലൊക്കെ അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു തൃപ്തിയായി, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പിന്നെ UAE പറഞ്ഞില്ല, ഞാൻ 2011 എത്തിയെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു 19 വർക്കോളം ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളെ സത്യേട്ടൻ്റെ അല്ലാതെ പറഞ്ഞ പുറത്തില്ല പല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇവരുടെ ടീമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. അപ്പം കൂടുതൽ ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് സിനിമ, ഷോർട്ട് ഫിലിം, ആൽബം ഒക്കെ ആണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? അതെ. അപ്പോൾ പുതിയ ഏതെങ്കിലും അടുത്ത പ്രോജക്റ്റ്? ഒരു മൂവിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പം ഇങ്ങനെ ഒരു പകുതിയിൽ നിൽക്കുകയാണ്. നാട്ടിൽ ഒരു ചർച്ച കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ അത് ശരിയാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ വെറുതെ തന്നെ ഇപ്പോൾ ഒരു മൂവി ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ഒരു മൂവി സത്യേട്ടൻ്റെ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു
പുള്ളി ആണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിൽ, ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ചിട്ട് നല്ല എടുത്തു ചേർന്നില്ല, ഒരു ആലോചിച്ച് ചെയ്യുന്ന അതിൻ്റെ കറക്റ്റ് എല്ലാ സംഗതികളും ഒത്തതിന് ശേഷം മാത്രം അതിലേക്ക് എത്തുന്നു. അതെ 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 അതെ. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഇത്രയും നേരം ഈ വിവരങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തില്ല. വളരെ നന്ദി അവർ ടീമും. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന നിങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു. ഈ 24 Hour ടീമിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഞങ്ങൾക്ക് ഇങ്ങനൊരു ലൊക്കേഷൻ തന്നതിലൊക്കെ. താങ്ക് യു. തീർച്ചയായും ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് പ്രൊഡക്ഷൻ സൈഡ്. അപ്പം ഈ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എങ്ങനെയാണ് വിജയേട്ടൻ എത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ 93-ലാണ് യുഎയിൽ എൻ്റർ ആകുന്നത്. അതിനുശേഷം വർക്കുമായി ബന്ധപ്പെട്ട് കലയുമായിട്ട് ബന്ധപ്പെടാനൊന്നും സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും 2019 മുതൽ നമുക്കൊരു സംഘടന ഉണ്ടായിരുന്നു, ഒരു പ്രവാസി കൂട്ടായ്മ. അതിലൂടെയാണ് ഞാൻ മിസ്റ്റർ സത്യനെ കലിച്ചമ്പതിയെ നമ്മൾ പരിചയപ്പെടുന്നതും ആ ബന്ധം കൂടുതൽ ഇഴുകിച്ചേരുകയും പുള്ളി എൻ്റെ അടുത്തൊരു ത്രെഡ് പറഞ്ഞു, നമുക്കിങ്ങനൊരു ഷോർട്ട് ഫിലിമിൻ്റെ എൻ്റെ ഒരു മനസ്സിലുണ്ട്, അതൊന്ന് ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഞാനൊന്ന് ചർച്ചയ്ക്ക് ഇടുകയും ചെയ്തു. അങ്ങനെ എന്നാൽ നമുക്കതൊന്ന് കൂടി ആലോചിച്ച് ചെയ്യാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലേക്ക് പാലനം എന്നാണ് ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അത് വളരെ ഒരു പരിധിവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ അത് ആ സക്സസ് പാർട്ടി ഞങ്ങൾ നടത്തി. അത്രയും ഗംഭീരമായിട്ടായിരുന്നു. അതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും, എസ്പെഷ്യലി സത്യൻ, നമ്മുടെ ക്യാമറമാൻ നൗഷു, ഇവരൊക്കെ നല്ല രീതിയിലാണ് കോപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ ആ വിജയത്തിൻ്റെ പിന്നിൽ പറഞ്ഞ് നമുക്ക് അടുത്തൊരു നല്ലൊരു ഫിലിമുണ്ട്. അതിനൂടെ ഞാനത് ഒരു പരിധിവരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കാം എന്നെ ഇതിലേക്ക് രണ്ടാമതും കാസ്റ്റ് ചെയ്തു. പ്രൊഡക്ഷൻ എന്ന രീതിയിൽ, കൺട്രോൾ എന്ന രീതിയിൽ ഇരിക്കുകയും ഒരു പരിധിവരെ ആ ചിത്രം നല്ല രീതിയിൽ തിയേറ്ററിൽ നമ്മൾ റിലീസ് ചെയ്തു. അതിന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടി, OTT എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു അവസരം തന്ന താങ്കൾക്കും എല്ലാവർക്കും പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ സത്യനുണ്ടാവട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കൈതവം എന്ന ഈ ഒരു മൂവിക്ക് ശരിക്കും ഇവർ നന്നായി തന്നെ പെർഫോം ചെയ്തു. ഇനിയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിലേക്ക് വരേണ്ടവരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എവിടെയാണ്? അവർ മെയിനായിട്ട് അഭിനയിച്ച നമ്മളെ നായകൻ എന്ന് പറയാം, മനുമോൻ ആയിട്ട് അഭിനയിച്ചു. അവൻ്റെ പേര് അർഷാദ്. അവനൊരു കമ്പനി ടൂർ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവനൊന്ന് വരാൻ സാധിച്ചിട്ട. പിന്നെ നമ്മൾ പത്മനാഭൻ ചേട്ടൻ, അതിൽ കമ്പനി ഓണറായിട്ട് അവർ നാട്ടിൽ ലീവിന് പോയിട്ടുള്ളത് ഒരു മാസം വരെ. അപ്പോൾ അവർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ മറ്റുള്ളവർക്കെല്ലാം ഇന്ന് ജോലി ആയതുകൊണ്ട് ആർക്കും വരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കപ്പ്, ശരിക്കും പറഞ്ഞാൽ മേക്കപ്പും മേക്ക് ഓവറും ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിരുന്നു. ആരായിരുന്നു അതിൻ്റെ? രഗ്നീഷ് മട്ടന്നൂർ. ഒരുപാട് വർക്കുകൾ സിനിമക്കുമെല്ലാം ചെയ്ത രഗ്നീഷ് മട്ടന്നൂർ. ഓക്കെ. ഏതായാലും ഇത്രയും സമയം അവർ TV 24/7 സഹകരിച്ച കൈതവം ത്തിൻ്റെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ.